L2 എമ്പുരാൻ ഇങ്ങനെ കത്തി പടരുകയാണ്. ആ കത്തി പടരുന്നതിൻ്റെ ഇടയ്ക്ക് വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആക്രോശങ്ങൾ, രോദനങ്ങൾ, ആവേശം ഒക്കെ ഇങ്ങനെ അണപൊട്ടി ഒഴുകുകയാണ്. വെട്ടാൻ തീരുമാനിച്ചതോടുകൂടി ഇത്രയും ദിവസം ഒപ്പം നിന്ന ആളുകൾ ലാലേട്ടനെ തിരിച്ചു വെട്ടാൻ തുടങ്ങി. സത്യം പറയട്ടെ, ഈ വെട്ടുന്നവരോട് ആ മനുഷ്യൻ അകപ്പെട്ടിരിക്കുന്ന ഒരു 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 ചക്രവ്യൂഹം ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാവർക്കും അറിയാവുന്ന സാഹചര്യമാണല്ലോ ഇന്ന് നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും ഒക്കെ ഉള്ളത്. അതിൽ പെട്ടുപോയ ഒരു മനുഷ്യൻ്റെ സ്ഥിതി വല്ലാത്തൊരു സ്ഥിതിയാണ്. നമ്മൾ ചിലതൊക്കെ ചെയ്ത്തങ്ങ് ചെയ്യും. പക്ഷേ ആ ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ കിടന്ന് ഒരു വലിയ സംഭവമായി മാറുമെന്ന് ലാലേട്ടൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എന്തെല്ലാം സംഗതികൾ വരുമ്പോഴും വളരെ നേരത്തെ മുൻകൂട്ടി അറിഞ്ഞ് ഒഴിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് ഉരുണ്ടങ്ങ് പോകുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരമ്മയുടെ ക്ഷോഭവും രോദനവും കൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. സാക്ഷാൽ മല്ലികാ സുകുമാരനാണ് മേജർ രവിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. രവിയുടെ പണി കയ്യിലിരിക്കട്ടെ എന്നും അങ്ങനെ എൻ്റെ മകനെ മാത്രം കുരുതി കൊടുക്കാൻ പറ്റില്ലെന്നും അവനോടൊപ്പം ഈശ്വരനുണ്ട് എന്നുമാണ് അവർ പറഞ്ഞു വെച്ചത്. എമ്പുരാനെ വെട്ടി, മുടി വെട്ടുന്ന പോലെ വെട്ടി എന്നാണ് പറയുന്നത്. വ്യാഴാഴ്ച വെട്ടിയത് വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടും സംഗതി ചൂട് പിടിച്ചില്ല. കുക്കർ അടിക്കുന്നത് പോലെ അടിക്കുന്നത് കണ്ട് നമ്മുടെ തലമുടിയൊക്കെ ഈ പെരുന്നാളിൻ്റെ തലേന്നും ഓണത്തിനുമൊക്കെ വെട്ടുന്നത് പോലെ വേഗത്തിൽ വെട്ടിക്കളഞ്ഞു എന്നാണ് ഏറ്റവും ഒടുവിൽ വാർത്ത വരുന്നത്. ഏതായാലും ആ വെട്ടിൻ്റെ കഥ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരമ്മയുടെ സങ്കടക്കണ്ണീരും ക്ഷോഭവും ഒക്കെ രംഗത്ത് വരുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ ദിവസം ഇതൊരു പ്ലാൻഡ് മൂവ് ആയിരുന്നു. നമ്മുടെ മേജർ രവിയണ്ണൻ മുൻകൂട്ടി വന്ന് മോഹൻലാൽ ഉറപ്പായും നാളെ മാപ്പ് പറഞ്ഞേക്കും എന്നെനിക്ക് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ചിലപ്പോൾ ചില വലിയ ആളുകൾ വരുമ്പോൾ പണ്ട് മുമ്പേ വന്ന് കാഹളവും പെരുമ്പറയും ഒക്കെ കൊട്ടുന്നത് പോലെ ഒരു പെരുമ്പറ കൊട്ടി അടിച്ചതാണ് രവിയണ്ണൻ. ആ രവിയണ്ണൻ അക്കൂട്ടത്തിൽ ലാലിനെ രക്ഷപ്പെടുത്താനുള്ള തത്രപ്പാടിനിടയിൽ പ്രിവ്യൂ കാണാൻ കഴിഞ്ഞില്ല, ലാലിനോട് സ്ക്രിപ്റ്റ് അങ്ങനെ പറഞ്ഞില്ല, ഇതിൻ്റെ ഇടയ്ക്ക് വെട്ടിക്കയറ്റി എന്നൊക്കെ കാച്ചിക്കളഞ്ഞു. പക്ഷേ അതൊന്നും പറയാൻ രവിയണ്ണന് തൽക്കാലം അതിനുള്ള ഒരു 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 മെറിറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം കണ്ടിട്ടിറങ്ങി മഹാസംഭവമാണ്, ആനയാണ്, തേങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് വിഷയമാവുമ്പോൾ ഉരുളേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം, അത് വല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ്. ഏതായാലും അങ്ങനെ ഈ പൃഥ്വിരാജിനെ മാത്രം ഇതിനകത്ത് ബലിയാടാക്കി ബാക്കി ആരും നല്ലപിള്ള ചമയണ്ട എന്നാണ് മല്ലികാ സുകുമാരൻ ഫേസ്ബുക്കിലൂടെ അറിയിച്ചത്. ഗുജറാത്തിൻ്റെയൊക്കെ സീൻ എടുക്കുമ്പോൾ ഓരോ സീനും ലാലേട്ടനോട് പറയണമെന്നും അത്തരം കാര്യങ്ങളുമൊക്കെ കൃത്യമായി പറഞ്ഞതാണെന്നും അതുകൊണ്ട് തന്നെ അത് ലാലേട്ടൻ അറിയാതെ ആയിരുന്നു എന്ന് വെറുതെ പറയുന്നതാണെന്നും എൻ്റെ മകനെ മാത്രം ബലിയാടാക്കാൻ ശ്രമിച്ചാൽ ഈശ്വരൻ അവൻ്റെ കൂടുണ്ടാകും എന്നുമാണ് പറയുന്നത്. സത്യത്തിൽ ഇപ്പോൾ ഈശ്വരൻ്റെ അവസ്ഥയും ഒരു പ്രതിസന്ധിയിലാണ്. അത് വേറൊന്നുമല്ല, സത്യം പറഞ്ഞ ഒരു വിഭാഗത്തോടൊപ്പമോ ആ സത്യം നോവിച്ച മറ്റൊരു വിഭാഗത്തോടൊപ്പമോ അല്ലെങ്കിൽ ഇതിൽ പെട്ടുപോയ ആളുകളോടൊപ്പമോ അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്നവരോടൊപ്പമോ അല്ലെങ്കിൽ അത് സത്യത്തെ ഭാഗികമാക്കി എന്ന് പറയുന്നവരോടൊപ്പമോ എവിടെങ്കിലും ഒന്ന് നിൽക്കണ്ടേ? അതെവിടെ നിൽക്കുമെന്നുള്ളതാണ്. മിക്കവാറും ഈശ്വരനൊരു നിലപാട് സ്വീകരിക്കുക, ഞാനൊന്നിലും ഇടപെടുന്നില്ല, യവന്മാരെല്ലാം കൂടെ കിടന്ന് അടിക്കട്ടെ എന്നാവും. എന്തായാലും ബാക്കി ഹൈലൈറ്റ്സും അപ്ഡേറ്റ്സും കാത്തിരിക്കാം, കാണാം.